സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശബരേട്ടൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഡൽഹി വരെ എത്തിയത് നടന്നും ലോറിക്കൊക്കെ കയറിയിട്ടാണ് കേട്ടോ. ഏകദേശം 9 മാസത്തോളം വേണ്ടി വന്നു കേരളത്തിൽ നിന്ന് എനിക്ക് ഡൽഹി എന്ന് പറയുന്ന വലിയ പട്ടണത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ പ്രതിസന്ധികളെന്ന് പറയുന്നത് വസ്ത്രമൊക്കെ ഇല്ല. നമ്മൾക്ക് മലയാളികൾക്ക് ആർക്കും ഒരു ദിവസം വസ്ത്രം മാറ്റാണ്ടിരിക്കാൻ പറ്റുമോ, കുളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു കുറവായിരിക്കും. എൻ്റെ യാത്രയിൽ ഞാനൊരു കുപ്പായം തന്നെ 5-10 ദിവസം ഉപയോഗിക്കും. എൻ്റെ വസ്ത്രത്തും കണ്ടിട്ട് വഴിയിലൂടെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങുന്ന ഭിക്ഷാടകർ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്. അതായത് അവരെക്കാട്ടി മോശമായിട്ട് ഒരാൾ ഇങ്ങനെ അവരുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ അവരെനിക്ക് ഭക്ഷണം വാങ്ങി തരുമോ? വടാപ്പാവും മിച്ചറും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തരുമോ? എന്നെ സംബന്ധിച്ചോളം എനിക്കതൊക്കെ വിശപ്പടക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു. എന്നാലും ഞാൻ അവിടെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വസ്ത്രത്തിലും അവനിട്ടിരിക്കുന്ന ഷൂവിലൊക്കെ ഒരുപാട് വിലയുണ്ട് കേട്ടോ. ഒരാൾ മോശം വസ്ത്രമാണെങ്കിൽ അയാൾ മോശമാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, അവനെക്കാട്ടി താഴ്ന്ന ഒരാളാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ യാത്രയിൽ ഞാൻ കുറേ ഫേസ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു കടയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ എന്നോട് ഇവിടെ ഇരിക്കണ്ട, ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്നാൽ നമ്മൾക്ക് മോശമാണ്, നമ്മളെ കച്ചവടമൊന്നും നടക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിരിക്കാം, മാന്യമായ രീതിയിൽ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടി നമുക്ക് ആവണമെന്നില്ല. പക്ഷെ എൻ്റെ ഈ ഒരു യാത്രയിൽ സാധാരണയുള്ള മനുഷ്യരില്ലേ, അവരിൽ എനിക്ക് നല്ല മനുഷ്യത്വം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരൊക്കെ എന്നെ കൈപിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. വയ്യോരത്തിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ കൂടെ ഞാനും വയ്യോരത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചോദ്യം കണ്ടിന്യൂ ചെയ്തോ? അല്ല, എന്തുകൊണ്ട് അങ്ങ് അവിടെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ കേരളം, തമിഴ്നാട്, തെലുങ്കാന ഒക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഹിമാചലിൽ പോകണം എന്ന് തോന്നി? ഞാൻ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കൂടുതൽ കാണും. HBO എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, എപ്പോഴും അത് കാണും. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും അവരുടെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല മഞ്ഞുമലകളും താഴ്വരകളും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞാനിങ്ങനെ ഹിമാചൽ പ്രദേശ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ആ പ്രൊഫൈൽ തന്നെ കാണുന്നത് എന്തൊക്കെയോ സ്ഥലങ്ങളാണ് നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള, അതായത് നോട്ട് ബുക്കിൻ്റെ ചട്ടകളിലൊക്കെ കാണുന്നത് പോലെയുള്ള സ്ഥലങ്ങൾ. എനിക്ക് ആഗ്രഹമാണ്, ഇത് സത്യമാണോ, അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതാണോ? അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞുമല കാണണം. മഞ്ഞുമല കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ ഒരു യാത്ര തുടക്കം കുറിച്ചത്. എങ്ങനെയും മഞ്ഞുമല കണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങിയൊരു യാത്രയാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു കാര്യമല്ലായിരുന്നു കേട്ടോ.